നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് യോയോ. ഞങ്ങൾ 90s കിഡ്സിൻ്റെ ഒരു വികാരമായിരുന്നു യോയോവും ബീബ്ലേഡും ഒക്കെ. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നേ ചൈനയിലാണ്. ഇത് കേവലം ഒരു ടോയ് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ടുള്ള കുറേ ഫിസിക്സ് ഉണ്ട്. അത് കാരണമാണ് ഇതേ സാധനത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നാസ റോക്കറ്റിൽ വരെ ഇതിൻ്റെ മെക്കാനിസം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വൈൻഡ് ചെയ്ത് ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതിൽ എനർജി സ്റ്റോർ ആയിരിക്കുകയാണ്. അതായത് ഗ്രാവിറ്റി കാരണം ഇതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി. പക്ഷെ ഞാനിത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ പൊട്ടൻഷ്യൽ എനർജി റൊട്ടേഷണൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി കഴിയുന്നവരെ ഇത് നിലത്തിരുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളൊരു ലിഫ്റ്റ് ഇങ്ങനെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് തിരിച്ച് മേലോട്ട് തന്നെ കയറി വരും. ഞാൻ പറഞ്ഞ പോലെ അത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ ഫിസിക്സ്. ഞാൻ കുറച്ച് സിമ്പിളാക്കി പറഞ്ഞതേ ഉള്ളൂ. ഇത് റോക്കറ്റിൽ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നായിരിക്കും ഇപ്പം നിങ്ങളുടെ ചിന്ത. അതായത് റോക്കറ്റുകൾ മേലോട്ട് പോകുന്ന സമയത്ത് അതിന് നല്ല രീതിയിലുള്ള റൊട്ടേഷൻ ഉണ്ടാവും. ആ റൊട്ടേഷൻ നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്തേ പറ്റൂ. കാരണം സാറ്റലൈറ്റ്സ് ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് സോളാർ പാനൽ ഡിപ്ലോയ് ചെയ്യണം. പിന്നെ അവിടെ സീറോ ഗ്രാവിറ്റിയാണ്. ആ റൊട്ടേഷൻ അപ്പം തന്നെ നിർത്താൻ പറ്റിയില്ല. ചിലപ്പോൾ അത് കറങ്ങിക്കൊണ്ടേയിരിക്കാനും സാധ്യതയുണ്ട്. അവിടെയാണ് ഈ യോയോ ഡീസ്പിൻ മെക്കാനിസം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കെട്ടിവെച്ചിട്ടുള്ള 2 യോയോസ് അവർ അറ്റ് ദ സെയിം ടൈം അഴിച്ചു വിടുന്നു. അങ്ങനെ ഇത് രണ്ടും കറങ്ങി ഉണ്ടാവുന്ന ആ ഒരു എനർജിയിൽ ഇതിന്റെ ആ റൊട്ടേഷൻ അവിടെ നിന്ന് പോയിട്ട് സാറ്റലൈറ്റ് സ്റ്റേബിൾ ആവും. അതായത് ഓരോ ടോയ് എന്ന് പറയുന്നതും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അതിലൊരു ഫിസിക്സ് ഉണ്ട്. അതിന്റെ അപ്ലിക്കേഷൻ സയൻസിന്റെ പല മേഖലകളിലുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ചത്.